ചത്തു കിടന്നാലും ചമഞ്ഞു കിടക്കണം. അതാണ് എന്റെ പ്രമാണം. ആരും മിസ് കോൾ അടിച്ചല്ലോ. ആഹാ, ഇതേ ആ വക്കച്ചനായിരിക്കും. ആ അത് തന്നെ. ആള് പുറത്തെത്തിന്നുള്ള സിഗ്നലാ. ഞാൻ പറഞ്ഞിട്ടുണ്ട് മിസ് കോൾ അടിച്ചാ മതിന്ന്. കോളിംഗ് ബെൽ അടിച്ചാലേ അപ്പുറം ഇപ്പുറം ഉള്ളവർ അറിയും ഞാൻ ഇതിനകത്തുണ്ടെന്നുള്ള കാര്യം. മനസ്സിലായോ? നോക്കട്ടെ അയാളാണോ. രാഗിണി വക്കച്ചൻ തന്നെയാ. വാ 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 വാ, വേഗം വാ, കേറ്. ആരും കണ്ടില്ലല്ലോ. ഇല്ല. ആ പൂരിയും എഗ് റോസ്റ്റുവാ. പാനിപ്പൂരി വൈകിട്ടേ ഉള്ളൂ. ബാക്കി പൈസ. അയ്യോ, ബാക്കി പൈസ വക്കച്ചൻ വെച്ചോ? എന്നാലും കണക്ക് പറയണ്ടേ മാഡം? നമ്മൾ തമ്മിൽ എന്തോന്ന് കണക്ക്? വക്കച്ചൻ എന്താ ഒരുമാതിരി അന്യനെ പോലെ? എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായി രാഗിണി. ഇവക്കും വക്കച്ചനും അല്ലാതെ ലോകത്ത് മറ്റാർക്കും അറിയില്ല ഞാൻ ഇതിനകത്തുണ്ടെന്ന കാര്യം. ഇനിയോട്ട് അറിയാനും പാടില്ല. ഒറ്റ കുഞ്ഞറിയില്ല മാഡം. എസ് ഐയും പാർട്ടിയും വന്നിട്ട് ഞാൻ ബുദ്ധിപരമായിട്ട് പറഞ്ഞു വിട്ടില്ലേ. എന്റെ തല പോയാലും മാഡം ഇവിടെ ഇല്ലെന്ന് ഞാൻ പറയൂ. എന്നാ പിന്നെ വക്കച്ചൻ ചെല്ല്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ശരി. നിക്ക്. പെട്ടെന്ന് പൊയ്ക്കാം. ഇതെന്താ ഒച്ചയും ബഹളൊന്നും ഇല്ലാതെയാണല്ലോ പൂജ? മുത്തശ്ശൻ എന്താ ഒരു മൗനം? ഞാൻ പിന്നെ രാവിലെ അവിടെ വന്ന് പ്രസംഗിക്കണം. അതല്ല, രാവിലെ പൂജാ സമയത്ത് സാധാരണ ഇങ്ങനെയല്ലല്ലോ ഇവിടുത്തെ അന്തരീക്ഷം. ഉച്ചത്തിലുള്ള ജപം, ഇടയ്ക്കൊരു 4 തവണ മീരെന്നുള്ള വിളി, അതല്ലേ അതിന്റെ ഒരു സ്റ്റൈല്. ഇപ്പൊ എനിക്ക് ഈ സ്റ്റൈലാണ് തോന്നുന്നത്. കുറ്റം കണ്ടുപിടിക്കാൻ ഇറങ്ങിക്കോളും രാവിലെ. ബഹളം വയ്ക്കാൻ പോലും ഞാൻ. മുത്തശ്ശൻ എത്ര ക്ഷോഭിച്ചാലും ഞാൻ പറഞ്ഞത് വാസ്തവ. അതിന്റെ കാരണം എന്താണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയുകയും ചെയ്യാം. വീട് തന്നെ മൂഡ് ഓഫ് ആയിരിക്കുക. അരവിന്ദ് സാറ് അമ്മയ്ക്ക് നേരത്തെ കൊടുത്ത കുറച്ച് ഗിഫ്റ്റുകളുണ്ട്. ഇന്നലെ രാത്രിയില് ഞാൻ നോക്കിയപ്പോ മീരാമ്മ ആ സമ്മാനങ്ങളൊക്കെ നോക്കി നെടുവേർപ്പിട്ടിരിക്കുന്നു. ഇതിങ്ങനെ പോയാൽ പറ്റില്ല മുത്തശ്ശ. കല്യാണം തീരുമാനിച്ച ദിവസം അടുത്തു. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ബോസിനെ നിങ്ങളോട് സംസാരിക്കണമെന്ന്. സംസാരിച്ചോളൂ. നിങ്ങൾ ആരാ? എന്താ തനിക്ക് വേണ്ടത്? എന്നെ എന്തിനാ ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നേ? അരവിന്ദ് രാജ് ആകെ ചൂടിലാണല്ലോ. എന്നെ പിടിച്ചോണ്ട് വന്ന് കെട്ടിയിട്ടിട്ട് ഒളിച്ചിരിക്കുന്ന താൻ ആരാണെന്ന് പറ. കൂൾ ഡൗൺ മിസ്റ്റർ. ചുണയുണ്ടെങ്കിൽ താൻ നേരിട്ട് വാ. നമുക്ക് ഫേസ് ടു ഫേസ് കാണാം. കാണാമല്ലോ. ഞാൻ വരാം, നിങ്ങളെ പുറത്തുവിടാം. പക്ഷെ ഞാൻ ഇത്രയും റിസ്ക് എടുക്കുന്നതല്ലേ, അതിന്റെ ഗുണം കിട്ടണ്ടേ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? എനിക്ക് വേണ്ട പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ കുറച്ച് ക്യാഷ് മതി. എന്താ, നിങ്ങളെ കൊണ്ട് പറ്റുമോ? പണം തന്ന രാജയെ ഞാൻ റിലീസ് ചെയ്യാം. എന്തു പറയുന്നു? എത്ര രൂപയാ? നിങ്ങളൊരു സെലിബ്രിറ്റി അല്ലേ, തുക കുറയ്ക്കണ്ട. 1 CR. 1 കോടി രൂപ തന്നാൽ അരവിന്ദ് രാജയെ ഞാൻ സുരക്ഷിതമായി വിട്ടയക്കാം. 1 കോടി രൂപയോ? അതെ, 100 ലക്ഷം ഇന്ത്യൻ കറൻസി. ഞാൻ അത്രയും രൂപ തരാൻ തയ്യാറായാൽ ഇന്ന് തന്നെ എന്നെ വിടുവോ? നോ, ഇന്നല്ല. നിങ്ങളുടെ വിവാഹ മുഹൂർത്തം കുറിച്ചിരിക്കുകയല്ലേ, അത് കഴിഞ്ഞ് പുറത്തുവിടാം. അതേ നടക്കൂ. എങ്കിൽ തനിക്ക് പണം തരാൻ പറ്റില്ല. അപ്പോ രക്ഷപ്പെടണ്ടേ? അത് ഞാൻ നോക്കിക്കോളാം. ബുദ്ധിപരമായി ആലോചിക്ക്, എന്നിട്ട് തീരുമാനമെടുക്ക. താൻ ഇപ്പൊ പറഞ്ഞ കണ്ടീഷൻ വെച്ച് 1 കോടിയല്ല, 1 രൂപ പോലും തരാൻ സൗകര്യമില്ല. എന്നാ പിന്നെ താൻ അവിടെ കിടന്നു. ഭായിയുടെ രാജ് കിച്ചണിന്നാ. ഇന്നത്തെ ആഹാരം അവിടുന്ന് വാങ്ങിത്തരാമെന്ന് വിചാരിച്ചു. എന്റെ റെസ്റ്റോറന്റിന് അടുത്താണോ ഈ സ്ഥലം? ഇവിടെ എത്താനുള്ള വഴിയും പറഞ്ഞു തരട്ടെ.
വേണമെങ്കിലേ മിണ്ടാതിരുന്ന് കഴിക്ക്. ബോസിനെ വിളിച്ചിട്ട് ആഹാരം കഴിക്കാം. ബോസ്, ഞാൻ ആളിന്റെ അടുത്തെത്തി. ഫോൺ കൊടുക്കാം. ബോസാ, സംസാരിക്കേ. ഹലോ. യെസ്, എന്തായി? സ്വന്തം ഹോട്ടലിലെ ആഹാരം ഇങ്ങനെ വല്ലോടത്തും ഇരുന്ന് കഴിക്കണോ? നിങ്ങൾക്ക് ഞാൻ പണം തരാം. അങ്ങനെ പോസിറ്റീവായി ചിന്തിക്ക്. പക്ഷേ വെറുതെ അങ്ങ് വിട്ടയക്കാൻ പറ്റില്ലല്ലോ. ഞാനൊരു കാര്യം പറഞ്ഞിരുന്നില്ലേ, ക്യാഷ്. നിങ്ങൾക്ക് ഞാൻ പണം തരാം. 1 കോടി രൂപയാണ് ഞാൻ ചോദിച്ചത്. തരാം. ഓ, വെരി ഗുഡ്. എപ്പോഴാണ് റിലീസ് ചെയ്യുന്നത്? ക്യാഷ് ഓക്കെ അല്ലേ? അതെ. ഓക്കെ. പക്ഷേ മറ്റൊരു കണ്ടീഷൻ കൂടിയുണ്ട്. പിന്നെ പുറത്തിറങ്ങിയിട്ട് ഈ നാട്ടിൽ തുടർന്ന് വിലസാമെന്ന് വിചാരിക്കണ്ട. നിങ്ങളുടെ രാജ് കിച്ചൺ കൊണ്ട് സ്ഥലം വിട്ടോണം. ഈ ഏരിയയിൽ കണ്ടുപോകരുത്. എന്താ നിങ്ങൾ ഈ പറയുന്നത്? ആന്നും പറ്റില്ല. നിങ്ങൾ ആവശ്യപ്പെടുന്ന പണം തരുന്നുണ്ടല്ലോ. ഇങ്ങോട്ട് ന്യായം ഒന്നും പറയണ്ട. നിങ്ങളെ പുറത്തുവിടണമെങ്കിൽ ഞാൻ പറഞ്ഞ കണ്ടീഷനുകൾ അനുസരിക്കണം. സ്റ്റേറ്റ് വിട്ടു പോകണം. മിസ്റ്റർ അരവിന്ദ് രാജ എന്തു പറയുന്നു? നോ, സാധ്യമല്ല. ആ കണ്ടീഷൻ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ശരിക്കൊന്ന് ആലോചിച്ചു നോക്ക്. ആലോചിക്കൊന്നുമില്ല. പേടിച്ചോടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന്റെ ആവശ്യവുമില്ല. എന്നാല് എന്നും അവിടെ തന്നെ കിടന്നു. അതെ, കടയില് പരിചയക്കാരും എല്ലാവരും കണ്ടോ നീ പർദ്ദ വാങ്ങിക്കുന്നത്? ഇല്ല. ഇന്ന് മുള്ളുകൊണ്ട് എടുക്കേണ്ടത് നാളെ മഴ കൊണ്ട് പോലും എടുക്കാൻ കഴിയാതെ വരും. പപ്പൂസ് പറഞ്ഞത് ശരിയാണ്. ഇപ്പോഴങ്ങനെയായോ? സംശയമൊക്കെ ഉണ്ടെങ്കിലും നിഖിൽ അങ്ങനെ ഒരു ക്രിമിനൽ കുറ്റം ചെയ്യില്ലമ്മേ. എനിക്കിപ്പോ അങ്ങനെയാ തോന്നുന്നത്. ഭയപ്പെട്ട് ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് ഭാവിയിൽ ചിലപ്പോ പ്രശ്നങ്ങൾ വഷളാവാൻ കാരണമാവും. അതുകൊണ്ട് ഉണ്ണിത്ത സാറുമായിട്ട് ആലോചിച്ച് നിയമപരമായി മുന്നോട്ട് പോകണം. നിഖിൽ നിരപരാധിയാണെങ്കിൽ അതും തെളിയുമല്ലോ. അതോടെ മനസ്സമാധാനാവില്ലേ? പർദ്ദയിട്ട പെണ്ണോ? എന്താ അതിന്റെ പേര് പറഞ്ഞത്? നസ്രിയ. എന്താ അച്ഛാ? വിമലയുടെ ഫ്ളാറ്റിൽ അവളെ അന്വേഷിച്ചു വന്നു എന്ന് പറയുമ്പോ എന്തോ ഒരു പന്തികേട് തോന്നി. എന്തായാലും വിമല ഇവിടുത്തെ വിശേഷങ്ങൾ ആ കുട്ടിയോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കല്യാണത്തിന്റെ കാര്യമൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു. ആണോ? എങ്കിൽ വിമല മനഃപൂർവ്വം പറഞ്ഞു വിട്ടതാ ആ പർദ്ദാക്കാരിയെ. ഒന്നുകിലും ഇവിടുത്തെ ന്യൂസ് അറിയാം, അല്ലെങ്കിൽ ആ ചോദ്യം കേട്ട് നിന്റെ മുഖം വാടുന്നത് കണ്ട് സന്തോഷിക്കാൻ വേണ്ടി. ഒരു തരം സാഡിസം. അമ്മേ, വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം? ഓ, പ്രത്യേകിച്ചൊന്നുമില്ല. അതെ, എനിക്കൊരു ഗ്ലാസ് നാരങ്ങ വെള്ളം എടുത്തു തരുമോ? പിന്നെന്താ, ഇപ്പൊ എടുക്കാം. അച്ഛനെടുക്കാവേ. ആ, അതെ മുത്തശ്ശ, മുത്തശ്ശനോട് മാത്രമായിട്ടൊരു കാര്യം പറയാൻ വേണ്ടിയാ മീരാമ്മ ഞാനിപ്പോ അടുക്കളയിലേക്ക് അയച്ചത്. ഈ അരവിന്ദ് സാറിന്റെ കാര്യം പോലീസിൽ അറിയിക്കാൻ ഇനി വൈകരുതെന്നാ പപ്പൂസ് പറയുന്നത്. എനിക്കും അതേ അഭിപ്രായമാണ്. ആരോ ചെയ്തതാണെന്നൊരു ആരോപണം പറയുമ്പോ നിങ്ങൾക്ക് ആരെയോ സംശയമുണ്ടെന്നൊരു സൂചനയുണ്ട്. ആരെയാണ് സംശയം? ഒന്ന് വിമലയാണ് സർ. സാർ അന്വേഷിച്ചു വന്ന ഞങ്ങളുടെ അയൽ ഫ്ലാറ്റുകാരി. വിമലയുടെ പ്രശ്നം അസൂയാണ്. പിന്നെ അവള് വീട്ടിൽ നിന്നും അടിച്ചിറക്കി വിട്ട അച്ഛനെയും അമ്മയും അരവിന്ദ് സാറ് സ്വന്തം വീട്ടിലെ ഇപ്പൊ കൊണ്ടുപോയി സംരക്ഷിക്കുന്നത്.
അതിന്റെ പേരില് കേസുണ്ട്. സ്വാഭാവികമായും അവർക്ക് പക തോന്നാം. പിന്നെ എന്റെ അനിയൻ ഒരാളുണ്ട്, ആലപ്പുഴയിലാണ്, മഹാദേവൻ ഉണ്ണിത്താൻ. അയാൾക്കെന്താ ഈ അരവിന്ദ് രാജയോട് പ്രശ്നം? നേരിട്ട് പ്രശ്നമൊന്നുമില്ല. അതേസമയം ഞങ്ങളുടെ കുടുംബസ്വത്തിന്റെ വിഷയമുണ്ട്. അതെങ്ങനെയും തട്ടിയെടുക്കാനായി മഹാദേവൻ എന്തെങ്കിലും ചെയ്തതാണോ എന്ന് സംശയമുണ്ട്. ഇതൊക്കെ റീസൺസാ. എന്നാൽ ഇതിനൊക്കെ അപ്പുറം എന്തോ കാരണമുണ്ട് അരവിന്ദ് രാജയുടെ മിസ്സിങ്ങിന് പുറകിൽ. അത് അന്വേഷിക്കണം സർ, അന്വേഷിച്ച് കണ്ടെത്തണം. അതൊക്കെ പോട്ടെ, അയാളെ കാണാതായിട്ട് ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞു. ഇപ്പോഴാണോ പരാതി വരുന്നേ? എന്തുകൊണ്ട് ഇത്രയും താമസിച്ചു? മനഃപൂർവ്വം വൈകിപ്പിച്ചിട്ട് പേരിനൊരു കടലാസ് എഴുതി കൊണ്ടുവന്നാണോ? അല്ല സർ, അരവിന്ദ് തിരിച്ചു വരും എന്ന് വിചാരിച്ചു. പിന്നെ ഒരു കല്യാണം നടക്കാൻ പോവല്ലേ, വരനെ കാണാത്തതിന്റെ പേരിൽ പോലീസ് കേസുണ്ടായി എന്നറിഞ്ഞാൽ ഓ, നാണക്കേട്. ഇങ്ങനെ നാണക്കേടാവുമെന്ന് ഭയന്ന് ഒളിച്ചും മറച്ചും വയ്ക്കുന്ന വിഷയങ്ങളാണ് പിന്നീട് ആത്മഹത്യയിലേക്കും കൊലപാതകത്തിലേക്കുമൊക്കെ എത്തിച്ചേരുന്നത്. എന്തായാലും ഞാൻ അന്വേഷിക്കാം. ഈ അരവിന്ദ് രാജയുടെ ഫോട്ടോ ഉണ്ടോ? ആ, ഫോണിലുണ്ട് സർ. കാണട്ടെ. സർ, ഇയാളെ കണ്ടുപരിചയമുണ്ട്. ടി വിയിൽ എന്തോ കുക്കറി ഷോ ചെയ്യുന്ന ആളല്ലേ? ആ അതെ സർ. ആ, സർ, ഇയാളുടെ ഫോട്ടോ സേവ് ചെയ്യണം. എല്ലാ സ്റ്റേഷനിലേക്കും ഒരു ഇൻഫർമേഷൻ കൊടുക്കണം. ഞാൻ പറഞ്ഞുതരാം. ശരി സർ. അപ്പൊ ശരി, നോക്കട്ടെ, നമുക്ക് കണ്ടുപിടിക്കാം. താങ്ക് യു സർ. നിങ്ങൾ ആരാ? വിമലയല്ലേ നീ? വേഷം മാറി ഞങ്ങളെ പറ്റിക്കാന്ന് വിചാരിച്ചോ? വിമലയല്ലേ നീ? ഏത് വിമല? ഡേ, ശബ്ദം മാറ്റൊന്നും വേണ്ട. നീ വിമലയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. നിങ്ങൾക്കെന്താ നല്ല സുഖമില്ലേ? എന്റെ പേര് ഷാഹിദാന്നാ. ഓ, വീട്ടിൽ വന്നപ്പോ നസ്രിയ, ഇപ്പൊ ഷാഹിദ. വിമലെ, ഇനി അഭ്യാസമൊന്നും വേണ്ട. നിഖിലിനെ വിളിച്ചു വരുത്തി നീ സംസാരിക്കുന്നതൊക്കെ ഞാൻ കണ്ടു. നിങ്ങൾക്കിത് എന്താ പ്രശ്നം? സാറ് അങ്ങനെ ശാപ്പാടടിച്ച് സൂയിക്കേണ്ടെന്നാണ് ബോസിന്റെ ഓർഡർ. അതിന്റെ കാരണം എന്താണെന്ന് ബോസ് പറയും. കൊടുക്കാം ബോസ്. അപ്പോ നിങ്ങൾക്ക് പോലീസും ആൾബലവും ഒക്കെ ഉണ്ട് അല്ലേ? തന്നെ കാണാനില്ലെന്നും പറഞ്ഞ് പോലീസിൽ പരാതി പോയിട്ടുണ്ട്. പോലീസല്ല, ഇനി പട്ടാളം വന്നാലും തനിക്ക് ആ കല്യാണം കഴിക്കാൻ പറ്റില്ല. അന്വേഷണം നടത്തി പോലീസ് വന്ന് തന്നെ രക്ഷപ്പെടുത്തട്ടെ. അന്നേരം ഫുഡ് കഴിച്ചാൽ മതി. അതുവരെ ജീവൻ കിടക്കാനായി വെള്ളം തരും. എന്നെ എന്തിനാ നിങ്ങളിങ്ങനെ ഉപദ്രവിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോൺഫിഡൻഷ്യൽ ആയിരിക്കണമെന്ന്. ഇപ്പൊ മറ്റാരും അറിയാൻ പാടില്ല. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞാൻ പിന്നെ വിളിക്കാവേ.
എവിടായിരുന്നു സീരിയസ് ചർച്ച? ഞാൻ ചോദിച്ചത് നിഖില് കേട്ടില്ല എന്ന് നടിക്കണ്ട. മറുപടി അറിയിക്കാത്ത ചോദ്യങ്ങൾ ചിലപ്പോ കേട്ടതായിട്ട് ഭാവിക്കില്ല. നീ എത്രയോ പേരോട് ദിവസവും ഫോണിൽ സംസാരിക്കാറുണ്ട്. ഞാനതൊന്നും ചോദിക്കാറില്ലല്ലോ അതാരാണെന്ന്. ഇപ്പൊ എന്തോ ഒരു സീക്രട്ട് പറയുന്നത് പോലെ തോന്നിയത് കൊണ്ട് ചോദിച്ചതാ. നിള എന്നാ രഹസ്യ പോലീസിന്റെ പണി തുടങ്ങിയത്? രഹസ്യ പോലീസിന്റെ പണിയല്ല നിഖിൽ, അതൊരു ഭാര്യയുടെ അവകാശമാണ്. എന്നാലേ നീ എന്റെ തലയ്ക്ക് മുകളിൽ CCTV ക്യാമറ ഫിറ്റി. ഭാര്യമാരുടെ അവകാശം സംരക്ഷിക്കപ്പെടട്ടെ. ഇത്രയ്ക്ക് ചീപ്പ് ആവരുത് നിളെ. ഞാനൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാ. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 വരെ മാത്രം ടൈം ടേബിൾ ഉള്ള സർക്കാർ ഓഫീസ് അല്ല അത്. 24 മണിക്കൂർ ഓൺ ഡ്യൂട്ടിയാണ്. അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചില കോളുകൾ കോൺഫിഡൻഷ്യൽ ആയിരിക്കും. അപ്പോ മാറി ഇന്ന് സംസാരിച്ചിരിക്കും. നിന്റെ കമ്പനിയുടെ രഹസ്യങ്ങൾ ചോർത്തുന്ന സ്പൈ ആണല്ലോ ഇവിടെ എല്ലാവരും. എന്നാലേ ഞാൻ എന്റെ കാമുകിയോടാ സംസാരിച്ചത്. നീ കൊണ്ടുപോയി കേസ് കൊടുക്ക്. ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോ നീ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നേ? ഓഫീസിലെ മാറ്റർ ആണെങ്കിൽ അത് പറഞ്ഞ പോരെ. ഇത്രയ്ക്ക് അങ്ങ് ഷൗട്ട് ചെയ്യണോ? നിനക്ക് എന്താ പറ്റിയ? അതിനും എക്സ്പ്ലനേഷൻ ഇപ്പൊ തന്നെ വേണോ? വേണ്ട, ഞാനൊന്നും ചോദിച്ചില്ല. എന്നിട്ട് എന്തായെന്ന് പറ. ആ ശരി, അത് മതി. എന്നാ പിന്നെ പറഞ്ഞതുപോലെ ചെയ്. ഞാനെന്തായാലും പിന്നെ അങ്ങോട്ട് വിളിച്ചോളാം. ആ എല്ലാം പറഞ്ഞ പോലെ. ശരി, ഓക്കെ. സുനിൽ ഓഫീസ്. അപ്പൊ ഓഫീസ് മാറ്റർ തന്നെയാ. അരവിന്ദ് രാജ ഇത്ര വലിയ പുള്ളിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഒരു കാരണവശാലും നിങ്ങൾ ഇനി പുറം ലോകം കാണരുതെന്ന് പലരും ആഗ്രഹിക്കുന്നു. ഞാൻ എന്തു ചെയ്യണം? നാട് വിട്ടു പോകാൻ പറഞ്ഞിട്ട് നിങ്ങൾ കേൾക്കുന്നില്ല. നിങ്ങൾക്ക് പണം കിട്ടിയ പോരെ? നിങ്ങൾ ആവശ്യപ്പെട്ട 1 കോടി രൂപ തരാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. നേരത്തെ ആയിരുന്നു 1 കോടി, ഇപ്പോൾ തുക മാറി 1.5 കോടിയായി. അത്രയും വലിയ തുകയ്ക്കുള്ള ആളാണോ ഞാൻ? അതിപ്പോ എന്നെ ഈ ദൗത്യമേൽപ്പിച്ച ആളിനല്ലേ അറിയൂ. അതാരാണെന്ന് പറ. നിങ്ങൾക്കറിയാവുന്നയാൾ തന്നെ. ആരാ? നിഖിൽ. എന്താ? നിഖിൽ ഉണ്ണിത്താൻ. നോ, ഞാനിത് വിശ്വസിക്കില്ല. അത് നിങ്ങളുടെ ഇഷ്ടം. അരവിന്ദ് രാജയെ കണ്ടെത്തുന്ന കാര്യം അതാണല്ലോ പ്രധാനം. അത് ഞാൻ പറയാം. തിരുമേനി, നമ്മള് ആ വെറ്റില നോക്കുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ? മറന്നിട്ടില്ല. ആ കാണാതായ ആളിന്റെ ഒരു രൂപരേഖ ഞാൻ തിരുമേനിയോട് പറഞ്ഞിരുന്നു. പേര് അരവിന്ദ് രാജ. അരവിന്ദ് രാജ. ദേവി ശിവരാമ, അതിങ്ങെടുക്ക.
എല്ലാരും വരിക. അരവിന്ദ് രാജ. ഇതാണോ ആള്? അതെ, ഇത് തന്നെ ആള്. ഇത് തന്നെ, ഇത് തന്നെ. ഉണ്ണിത്താനെ, ഞാൻ പറഞ്ഞില്ലയോ, ഇപ്പോഴെങ്ങനുണ്ട്? എവിടെയാണ് ആളുള്ളതെന്ന് കൂടി അറിയണം. നോക്കാം. എന്തു പറ്റി തിരുമേനി? ആളിന്റെ രൂപം മഞ്ഞുപോയി. നമുക്ക് ഒന്നുകൂടി നോക്കിയാലോ? ഇനി നോക്കിയിട്ട് ഫലമില്ല, കാണാനാവില്ല. കണ്ടത് വെച്ച് എന്തെങ്കിലും സൂചന കിട്ടുമോ? വിദൂരത്തല്ല ആളിപ്പോ, അതുകൊണ്ട് പ്രതീക്ഷ കൈവിടണ്ട. അമ്മയുടെ ഫോൺ ബെല്ലടിക്കുന്നു. അത് ഏതെങ്കിലും ആൾക്കാരെ വെറുതെ വിളിക്കുന്നതാ. ഞാൻ നോക്കാം. ഹലോ. മീര, ഞാനൊരു പ്രശ്നത്തിലാണ്. പക്ഷെ എങ്ങനെയും മുഹൂർത്ത സമയത്ത് ഞാൻ എത്തിയിരിക്കും. അവിടെ കാര്യങ്ങൾ നടക്കട്ടെ, ഞാനുണ്ടാവും. ഹലോ, ഹലോ സർ. ഹലോ, അരവിന്ദ് സാർ അല്ലേ? അരവിന്ദ് രാജയെ അവിടുന്ന് മാറ്റുന്നതാ ബുദ്ധി. ഞാനും അത് തന്നെയാണ് ആലോചിച്ചത്. ഇത്രയും ദിവസം ആ മുറി കഴിഞ്ഞില്ലേ? 24 മണിക്കൂറും ഒരേ സ്ഥലത്ത് കഴിയുമ്പോ അവിടുന്ന് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും പഴുത് കണ്ടെത്താനുള്ള ഇടയുണ്ട്. ആ ബലത്തിലാവും കല്യാണത്തിന് എത്തിച്ചേരുമെന്ന് പറഞ്ഞത്. വിമല പറഞ്ഞത് ശരിയാ. കഴിയുന്നതും വേഗം രാജ്യ സ്ഥലത്തുനിന്ന് മാറ്റണം. പക്ഷെ എങ്ങോട്ട്? ഇപ്പൊ ഉള്ളതിലും സുരക്ഷിതമായിരിക്കണം സ്ഥലം. ആരും കണ്ടെത്തരുത്. നമുക്ക് ഹോൾഡ് ഉണ്ടായിരിക്കുകയും വേണം. അതൊക്കെ നമുക്കുണ്ടാക്കാം. ഞാനൊന്ന് ആലോചിക്കട്ടെ. അധിക സമയം ഞാനിവിടെ നിൽക്കുന്നത് അപകടം. അപ്പോ അരവിന്ദ് രാജയെ ഇപ്പോ കൂട്ടിയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു. ലൊക്കേഷൻ ഫിക്സ് ചെയ്തിട്ട് മെസ്സേജ് അയക്കണം. വിമലയ്ക്ക് എന്തു തോന്നുന്നു? അരവിന്ദ് രാജയുടെ കാര്യമാണോ? അതെ. കുറെ കൂടെ സേഫായ ഒരു സ്ഥലം കണ്ടെത്തി അങ്ങോട്ട് മാറ്റാൻ നമ്മൾ തീരുമാനിച്ചല്ലോ. എനിക്ക് മറ്റൊരു അഭിപ്രായമാ തോന്നുന്നത്. വേറൊരിടത്തേക്ക് മാറ്റിയാലും നമുക്ക് റിസ്ക് ആണ്. തീറ്റ കൊടുത്ത് അവന് കാവലിന് ആളെ ഇരുത്തണ്ടേ? ഇപ്പൊ തന്നെ എത്ര രൂപ ചെലവായി.
അങ്ങനെ നമ്മുടെ ശത്രുവിനെ തീറ്റിപ്പോറ്റേണ്ട കാര്യം നമുക്കുണ്ടോ? പിന്നെന്താ, വിട്ടയക്കാനോ? ആ നിമിഷം രാജ വന്ന് മീരയുടെ കഴുത്തി താലി കെട്ടും. ഉണ്ണിത്താന് നിളയും മീരയും അയാളെ കാത്തിരിക്കുക അവിടെ. നിഖിലിന്റെ എതിർപ്പൊന്നും അവിടെ വില പോവില്ല. പരസ്യമായിട്ട് എതിർക്കാൻ അവനൊട്ട് പറ്റുകയില്ല. എല്ലാത്തിനും ചേർത്തുള്ള ഒരു പരിഹാരമാണ് ഞാൻ പറയാൻ പോകുന്നത്. നിഖിലറിയാൻ പാടില്ല. അരവിന്ദ് രാജയെ യാത്രയാക്കുക. എങ്ങോട്ട്? ഈ ലോകത്തു നിന്നേ അവനെ പറഞ്ഞയക്കുക. മാഷേ, തട്ടിക്കളയണം. എന്തിനാണ് വെച്ചോണ്ടിരിക്കുന്നത്? നാളെ ആയാലും അവൻ നമുക്ക് പാരയാ. വിമലയ്ക്ക് തോന്നുന്നുണ്ടോ രാജ മര്യാദക്കാരനായിട്ട് ഒതുങ്ങി ജീവിക്കുമെന്ന്? അവൻ മീരെ കെട്ടും. നമ്മൾ നടത്തിയ പ്ലാനുകളെല്ലാം കണ്ടെത്തി നമ്മളെ അകത്താക്കും. നമ്മൾ ആ കൂട്ടത്തിൽ നിഖിലിനെ പെടുത്തുമെന്നുള്ളത് വേറെ കാര്യം. പക്ഷേ നമ്മളും പെടില്ലേ? അതുകൊണ്ട് അരവിന്ദ് രാജയെ വകവരുത്തുന്നതാണ് നമുക്ക് നല്ലത്. കാര്യമൊക്കെ ശരി. ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞാ അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതിനുള്ള വഴിയൊക്കെ ഉണ്ടാക്കാം. നമുക്ക് ഒരു കുഴപ്പവും വരാതെ എല്ലാം പ്ലാൻ ചെയ്യാം. വിമല എന്റെ ഐഡിയോട് യോജിക്കുന്നുണ്ടോ എന്ന് മാത്രം പറഞ്ഞാ മതി. നമുക്ക് ഒരുമിച്ച് നിൽക്കാം മാഷെ. ഒരു തെളിവ് പോലും ബാക്കി വെക്കാതെ ആ അരവിന്ദരാജെ അങ്ങ് ഇല്ലാതാക്കണം നമുക്ക്. നിഖില് പോവില്ലായിരുന്നോ? പോയിട്ട് വരിക. പക്ഷേ എന്റെ ഫോൺ ഇവിടെ വെച്ച് മറന്നുപോയി. അതെടുക്കാൻ വന്നത്. ഞങ്ങളിങ്ങനെ ഓരോന്ന് സംസാരിക്കുകയായിരുന്നേ. അരവിന്ദ് രാജയെ എങ്ങോട്ടാ മാറ്റുന്നതെന്ന് തീരുമാനമായോ? ഇല്ലില്ല, ഞാനൊന്ന് ആലോചിച്ചിട്ട് വിളിക്കാം. ശരി, ഞാനും കുറച്ച് കഴിയുമ്പോ ഇറങ്ങും. ഓക്കെ. അരവിന്ദ് രാജയെ കൊല്ലുക. ഞാനറിയാതെ മറ്റൊരു പ്ലാൻ ഇല്ല. അത് വേണ്ട. അവരെത്തും മുമ്പ് എനിക്ക് ആ മനുഷ്യനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തണം. പിന്നീട് എന്ത് വേണമെന്ന് അപ്പോൾ ആലോചിക്കാം. അരവിന്ദ് രാജയെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. ഇപ്പൊ സംശയം മാറിയോ നിഖിലിന്റെ? ഇനി അയാൾ ആ സ്ഥലത്ത് തന്നെ ഉണ്ടാവണം, ഒരു പോറൽ പോലും ഏക്കാതെ. അതല്ല ഇടയിലൂടെ വേറെ പ്ലാൻ ആലോചിച്ചാൽ ബുദ്ധിമുട്ടും എല്ലാരും. എനിക്ക് വേണ്ടത് അരവിന്ദ് രാജയുടെ അസാന്നിധ്യമാണ്, അല്ലാതെ ആ മനുഷ്യന്റെ ജീവനല്ല. കഴിക്കാൻ എന്തെങ്കിലും വേണോ? ഭായിയോടാ ചോദിച്ചത്. വേണ്ട. വിശപ്പുണ്ടോ എന്നൊന്നും നോക്കണ്ട. കഴിക്കാൻ എന്ത് വേണമെങ്കിലും ഇപ്പൊ ചോദിക്കാം. ലാസ്റ്റ് ചാൻസാ ഇത്. തൂക്കിക്കൊല്ലുന്നതിന് മുൻപേ ഇഷ്ടഭക്ഷണം കൊടുക്കുന്ന പതിവ് ജയിലിലുണ്ടല്ലോ. ഇവിടെ പക്ഷേ തൂക്കിക്കൊല്ലാൻ നല്ല പ്ലാൻ, മുക്കിക്കൊല്ലാനാ പ്ലാൻ. പറ, എന്തു വേണം? നിങ്ങളെ കൊല്ലാൻ പോവാൻ ഞാൻ നിങ്ങൾക്ക് എന്ത് ദ്രോഹം ചെയ്തേ? എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ? ഇതൊക്കെ എത്ര തവണ നമ്മൾ ചർച്ച ചെയ്തു. എനിക്ക് ജീവിക്കണം, മീരയെ കാണണം. മീരയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തതാ.
എന്നെ വിട്ടേക്കണം. ചത്തു മണ്ണടിയാൻ പോകുന്നതിന്റെ വാക്കിന് എന്ത് വില? ദയവ് ഇത് കൊല്ലരുത് പ്ലീസ്. സോറി. നിങ്ങളെ ഫിനിഷ് ചെയ്യാനാണ് എനിക്ക് കിട്ടിയ ഓർഡർ. അത് ഞാൻ ചെയ്തില്ലെങ്കിലേ തെറിക്കാൻ പോകുന്നത് എന്റെ തലയാ. അതുകൊണ്ട് നമുക്ക് യാത്ര പറയാം. കഴിക്കും. വേണ്ട. കഴിക്കടാ. എനിക്ക് വേണ്ട. എടാ കഴിക്കാൻ നിന്നോടല്ലേ പറഞ്ഞത്. കഴിക്കടാ. 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 നിനക്ക് വേണ്ട അല്ലേ? കഴിക്കടാ. നിന്നെ ഞാൻ നീ തുപ്പിയല്ലേ? കുത്തി കൊല്ലുക നിന്നെ ഞാൻ. ഹലോ, എന്തായി? കൃത്യസമയത്ത് സാർ വിളിച്ചത്. ഫിനിഷ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് സാർ വിളിച്ചത്. ഹോൾഡ് ചെയ്താ ഇവന്റെ മരണവേദന സാറിന് കേൾക്കാം. വെയിറ്റ്, ഇപ്പൊ കൊല്ലണ്ട. വേണ്ടേ? പ്ലാനിലൊരു മാറ്റം വന്നു. തട്ടിക്കളയാൻ വേണ്ടിയല്ലേ ഭായി ഇങ്ങോട്ട് മാറ്റാൻ പറഞ്ഞത്? അതിനാണ് മാറ്റം വന്നത്. തിരിച്ചേ ആദ്യത്തെ സ്ഥലത്ത് എത്തിക്കാൻ പറ. ആ ഒരു കാര്യം ചെയ്. അരവിന്ദ് രാജെ ആദ്യം ഇട്ടിരുന്ന മുറി തന്നെ എത്തിച്ചേക്ക്. അപ്പോ കൊല്ലണ്ടേ? ഇപ്പൊ വേണ്ട. ശരി ശരി. നിഖിലിന് സമാധാനാവട്ടെ തൽക്കാലത്തേക്ക്. ആ മുറിന്ന് മാറ്റാതെ അവിടെ ഇട്ട് തന്നെ തീർത്താ മതിയായിരുന്നു. അയാൾക്ക് കുറച്ചുകൂടെ ആയുസ് കാണും, പക്ഷെ അധികം ഉണ്ടാവില്ല. വലിയ താമസമില്ലാതെ അരവിന്ദ് രാജയുടെ ജീവൻ നമ്മൾ എടുത്തിരിക്കും. ആരാ? ആരാ? അത് ശരി, എന്റെ മോന്റെ വീട്ടിൽ കയറി വന്നിട്ട് ഞാൻ ആരാണെന്നോ? ഇയാളേതാ? നിങ്ങൾ ആരാണെന്ന് പറഞ്ഞില്ല. ഞാൻ ഈ ഫ്ലാറ്റ് ഒന്ന് കാണാൻ വന്നതാ. എന്തിന്? കുഴപ്പമാവുമല്ലോ. ഞാൻ ഇവിടെ ഉണ്ടെന്ന് അങ്ങനെങ്ങനെ പറയൂ?